നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരും. വിളിച്ച വ്യക്തി നിങ്ങളോട് പറയും നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നും ഇന്ന് ഒരു കമ്പനിയുടെ ഒരു സമ്മാനം നിങ്ങൾക്കുണ്ട് എന്നും ആ വിളിച്ച വ്യക്തി നിങ്ങളോട് പറയും. 2 ദിവസം കഴിഞ്ഞാൽ ആ സമ്മാനം നിങ്ങളെ തേടി എത്തുമെന്നും പറഞ്ഞാൽ ഫോൺ അവർ കട്ട് ചെയ്യും. 2 ദിവസത്തിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് നിങ്ങളെ അവർ ബന്ധപ്പെടും. ആ സമ്മാനം പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട് എന്നും അത് എത്രയും പെട്ടെന്ന് പോയി കൈപ്പറ്റുകയും ഒരു നിശ്ചിത തുക അവിടെ നൽകിക്കഴിഞ്ഞാൽ വലിയ ഒരു സമ്മാനം നിങ്ങളിലേക്ക് എത്തുമെന്നും ആ വിളിച്ച വ്യക്തി വീണ്ടും പറയും. ഇത് കേട്ട ആ ഫോൺ എടുത്ത ആൾ ആരായാലും അയാൾ ഉടൻ തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി ആ സമ്മാനം കൈപ്പറ്റുകയും അവർ പറഞ്ഞ തുക പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ സമ്മാനം പൊട്ടിച്ചു നോക്കിയാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും. ഇത്തരത്തിലുള്ള സംഭവമാണ് കാസർഗോഡ് സ്വദേശികളായ 2 പേരെ തേടിയെത്തിയത്. ഇത്തരം അനുഭവങ്ങളാണ് അവർ പബ്ലിക് എയറിലേക്ക് മുന്നിൽ പങ്കുവെച്ചത്. എന്തായാലും നമുക്ക് ആ സംഭവം ഒന്ന് കാണാം. കാസർഗോഡ് സ്വദേശിയായ സിദ്ദിഖിന് ഡൽഹിയിലെ ഇറ്റ്സ് ഓക്കെ എന്റർപ്രൈസസ് കെയർ ഓഫ് ഡൽഹി എന്ന അഡ്രസ്സിൽ നിന്നാണ് പോസ്റ്റ് ഓഫീസ് വഴി സമ്മാനം എത്തുന്നത്. ഇതിനായി സിദ്ദിഖ് 4000 രൂപ പോസ്റ്റ് ഓഫീസിൽ നൽകുകയും ചെയ്തു. എന്നാൽ സമ്മാനമായി ലഭിച്ചത് മൊബൈൽ ഫോണാണെന്നറിഞ്ഞ സിദ്ദിഖ് ആവേശത്തിൽ പൊട്ടിച്ചു നോക്കിയപ്പോൾ സിദ്ദിഖ് ഒന്ന് അമ്പരന്നു പോയി. പെട്ടിക്കകത്ത് ഭാഗ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ ചിലർ തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന രൂപങ്ങളും മറ്റു വസ്തുക്കളുമാണ് അതിലുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറായ 8505917025 ബന്ധപ്പെട്ടപ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടിരുന്നുവെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായില്ല. തനിക്ക് വിളിച്ച നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു കൊറിയർ അയച്ചിട്ടില്ല എന്നും ആ അഡ്രസ് ഞങ്ങളുടേതല്ല എന്നതായിരുന്നു അവരുടെ മറുപടി. എന്നാൽ ഉത്തരേന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളികളായ ചില തട്ടിപ്പ് വീരന്മാരാണ് ഇതിന് പിന്നിലെന്ന് പബ്ലിക് കേരളയുടെ അന്വേഷണത്തിലൂടെ വ്യക്തമായി. സിദ്ദീഖിന് പുറമെ മറ്റു പലരും ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. കോളംതേല് നിങ്ങൾക്കൊരു ഐഡിയ സിമെൻ്റ് ഓഫറിൽ ഫോൺ മറിഞ്ഞിന്. ഫസ്റ്റ് അഡ്രസ്സ് ചോദിച്ചു, അഡ്രസ്സും കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ ഞാൻ അഡ്രസ്സ് കൊടുത്ത് അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് കൺഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എൻ്റെ പിറ്റേ ദിവസം അതിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ ഫോൺ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൺഫേം ആക്കിയിട്ട് ഫോണ് വിട്ടേക്കാന്ന്. ഫസ്റ്റ് ചെർക്കള പോസ്റ്റ് ഓഫീസ് അവിടുന്ന് വാങ്ങി. എത്രയാണ് അമൗണ്ട് കൊടുത്തത്? 4000. മൊത്തം പറഞ്ഞു? 4000 രൂപ കൊടുത്തു. കൊടുത്തിട്ടാകുമ്പോൾ അവര് നിങ്ങളിലേക്ക് എന്ത് തന്നു? കയ്യിലേക്ക് ഒരു ബോക്സ് തന്നു. ബോക്സ് അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ സംഭവം ഇതാണ് ഉണ്ടായത്. സ്വന്തം അഡ്രസ്സിലായിരുന്നു ബോക്സ് ഉണ്ടായത്? ഞാൻ എടഞ്ഞൂർ പോസ്റ്റ് ഓഫീസിലേക്കാണ് അയച്ചത്, പക്ഷെ വന്നത് ചെങ്കള പോസ്റ്റ് ഓഫീസിലേക്ക്. നീ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല? എന്തു ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നെ കുറെ ഞാൻ ചോദിച്ചു ഇത് സംഭവം എന്തായിരുന്നു. പിന്നെ ഓർ കുറേ പ്രാവശ്യം എനിക്ക് കോൾ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയിട്ട് എടുത്തത്. ഫസ്റ്റ് എടുക്കാൻ പോയിട്ട് പിന്നീടാണ്. എവിടുത്തെ നമ്പറായിരുന്നു? ഏത് സംസ്ഥാന നമ്പർ? നമ്മൾ കേരള സിം തന്നെ 85. യു പി. എനിക്കൊരു പോസ്റ്റ്മാൻ വിളിച്ചിട്ട് പറഞ്ഞ് താങ്കൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, ഒരു പോസ്റ്റ് ഓഫീസിൽ ഒന്ന് വന്നിട്ടുണ്ട്, വാങ്ങിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊന്നും അറിയില്ല, പിന്നെ അവിടുന്ന് കൊടുത്തിട്ടാന്ന്. അങ്ങനെ എന്നോട് പോയിട്ട് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഇത്ര പേരിൽ എൻ്റെ നമ്പർ മാത്രം എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ 2-3 ഫ്രണ്ട്സിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് വേണ്ട വാങ്ങണ്ടാന്ന്. പിന്നെ എമൗണ്ട് കുറച്ച് കുറവാണ് പറഞ്ഞു, 1000 ചില്ലറ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ വാങ്ങാൻ തോന്നി, പിന്നെ കബളിപ്പിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ചങ്ങായി ഉണ്ട്, അവൻ്റെ ഇങ്ങനെ 4000 രൂപ വെറുതെ തട്ടിപ്പിനിരായിട്ട് പോയിട്ടുണ്ട്. പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മളെ തേടി നല്ല വിലയുള്ള മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളോ ഒരു സുപ്രധാന നിമിഷത്തിൽ എത്തുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോവുക തന്നെ ചെയ്യും. എന്തായാലും ഇനി ഇതൊക്കെ ഒരു പാഠമാവട്ടെ. ഇരയാക്കപ്പെടാതിരിക്കാനും ഇരയാക്കപ്പെടുന്നവരെ സംരക്ഷിക്കാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ഉപയോഗിക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.